നമസ്കാരം. ട്രംപിന്റെ മാതൃക പിന്തുടർന്ന കീർ സ്റ്റാർമർ. ട്രംപിയൻ ശൈലി പിന്തുടർന്ന് പൊതുച്ചെലവുകൾ വെട്ടിച്ചുരുക്കാനുള്ള കീർ സ്റ്റാർമറുടെ നയത്തിനെതിരെ ലേബർ പാർട്ടിയിലെ ഇടതുപക്ഷം പോരിനിറങ്ങുന്നു. വിവിധ വകുപ്പുകൾ ചെലവാക്കുന്ന തുകകളിൽ കുറവ് വരുത്തുന്നതിനെതിരെ ഉപപ്രധാനമന്ത്രി ഏഞ്ചല റെയ്നറും എനർജി സെക്രട്ടറി എഡ് മിലിബാൻഡുമാണ് വിമത നീക്കത്തിന് നേതൃത്വം നൽകുന്നത്. ക്ഷേമ പദ്ധതികളിൽ നിന്നും 6 ബില്യൺ പൗണ്ട് വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ചെലവ് ചുരുക്കൽ പദ്ധതിയിൽ ഉൾപ്പെടും. ഈ നയവുമായി മുന്നോട്ടു പോയാൽ പല മന്ത്രിമാരും രാജിവെച്ചേക്കുമെന്ന ഭീഷണിയും ഉയർന്നിട്ടുണ്ട്. ഊർജ്ജ സെക്രട്ടറി എഡ് മിലിബാൻഡ് സ്വപ്ന പദ്ധതിയായ 8 ബില്യൺ പൗണ്ടിന്റെ GB എനർജി റിന്യൂവബിൾ എനർജി പദ്ധതിയെ ചാൻസലർ റേച്ചൽ റീവ്സ് ഉന്നം വെച്ചാൽ അദ്ദേഹം രാജിവെക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. എന്നാൽ അത്തരമൊരു നീക്കത്തെ പാർട്ടിയിലെ വലതുപക്ഷം അനുകൂലിക്കുകയാണ്. അതേസമയം മിലിബാൻഡിന്റെ രാജ്യം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നതിനാൽ ആ പദ്ധതിയെ ചെലവ് ചുരുക്കലിൽ നിന്നും ഒഴിവാക്കിയതായി ഇന്നലെ ചില അവകാശവാദങ്ങളും ഉയർന്നിട്ടുണ്ട്. ഏതായാലും ക്ഷേമ പദ്ധതികൾക്കുള്ള ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനും സർക്കാർ ചെലവുകൾ ചുരുക്കുവാനും ഉള്ള തീരുമാനം കേവലം 7 മാസം മാത്രം പ്രായമായ ലേബർ സർക്കാരിനെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പരിസ്ഥിതി, തദ്ദേശ ഭരണം, നീതി നിർവഹണം തുടങ്ങി സംരക്ഷിതങ്ങളല്ലാത്ത വകുപ്പുകളിൽ 11% ചെലവ് വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള തീരുമാനത്തിനെതിരെ കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ വലിയ തർക്കങ്ങൾ ഉയർന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെയ്നറിനും മിലിബാൻഡിനുമൊപ്പം മറ്റു പല മന്ത്രിമാരും ഇതിനെതിരായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. എന്തായാലും